ബഹുമാനികളെ, ഏതൊരു ഇബാദത്തും പൂർണ്ണതയിലേക്ക് എത്താൻ അതിൻ്റെ സുന്നത്തുകളും കൂടെ നാം പാലിക്കണം. ഫർള് മാത്രം പഠിച്ചതുകൊണ്ട് നിസ്കാരം സ്വഹീഹാകും, പക്ഷെ കൂലി കുറച്ച് കുറയും. അപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് നമ്മൾ നേരത്തെ പഠിച്ചത് ഉസുല്ലിൽ ഫർള അല ഹാദൽ മയ്യത്തി, അത് നിർബന്ധമായ ഘടകങ്ങളൊക്കെ അതിൽ ചേർന്നിട്ടുണ്ട്. ഉസുല്ലി, ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയൽ നീയത്തിൻ്റെ നിർബന്ധമായൊരു ഭാഗമാണ്. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾ ഏത് ഫർള് നിസ്കരിക്കുകയാണെങ്കിലും ളുഹ്റാവട്ടെ അസ്റാവട്ടെ ഒക്കെ ഉസുല്ലിൽ ഫർളൽ ളുഹ്ർ എന്ന് പറഞ്ഞാൽ നീയത്തിൻ്റെ നിർബന്ധമായ രൂപമായിട്ടുള്ളൂ, നിസ്കാരം ശരിയാവും. അതിന് സുന്നത്തായ ഭാഗങ്ങൾ ഒരുപാടുണ്ട്. അതിലാണ് അല്ലാഹു തആലാക്ക് വേണ്ടി എന്ന് പറയൽ സുന്നത്താ, റക്അത്തിന്റെ എണ്ണം പറയൽ സുന്നത്താ, ഖിബ്ലക്ക് മുന്നിട്ടു എന്ന് പറയൽ സുന്നത്താ, അദാ ആണോ ഖളാ ആണോ എന്ന് വ്യക്തമാക്കി പറയൽ സുന്നത്താ. ആ സുന്നത്തുകളാണ് കൂടുതൽ, നിർബന്ധത്തിന്റെ ഭാഗം കുറച്ചേ ഉള്ളൂ. അപ്പോൾ നീയത്തിൽ നിർബന്ധമുള്ള കാര്യം എത്രാന്ന് ചോദിച്ചാൽ 3. ഏതെല്ലാം? ഞാൻ നിസ്കരിക്കുന്നു, ഏത് നിസ്കാരമാണോ അതിൻ്റെ പേര്, ഫർളാണെങ്കിൽ ഫർള്. ഇത്രയേ ഉള്ളൂ നീയത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ. ബാക്കി മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല, റക്അത്തിന്റെ എണ്ണം പറയലൊക്കെ സുന്നത്തുകളാണ്. അപ്പോൾ ഒരു ഇബാദത്തിന്റെ പൂർണ്ണത കിട്ടാൻ ഫർളും വേണം സുന്നത്തും വേണം. എന്ന മാതിരി മയ്യത്ത് നിസ്കാരത്തിലും നീയത്ത് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഉസുല്ലിൽ ഫർള അലാ ഹാദൽ മയ്യത്തി 4 തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി മഅൽ ഇമാമി, ഇമാമുണ്ടെങ്കിൽ ഇമാമിൻ്റെ കൂടെ ലില്ലാഹി തആല എന്ന് പറഞ്ഞ് നീയത്ത് വെക്കുമ്പോൾ എല്ലാം ഉൾപ്പെട്ടു. അപ്പോൾ ഒരു സുന്നത്ത് നമ്മൾ പറഞ്ഞു, നീയത്തിലുള്ള സുന്നത്തുകളെ കൊണ്ടുവരിക. ഇന്ന് ചർച്ച സുന്നത്തുകളാണ്, മയ്യത്ത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഷർത്തുകൾ പഠിച്ചു 6 എണ്ണം, ഫർളുകൾ 7 എണ്ണം പഠിച്ചു. ഇനി എനിക്ക് മയ്യത്ത് നിസ്കരിച്ചാൽ അറിയില്ല എന്ന് പറയരുത്. ആ രൂപത്തിലാവണം ക്ലാസ് കേട്ട് പിന്നെയും കേട്ട് പെരയിലൊരാൾ മരിച്ചാൽ അപ്പൊരു തട്ടിപ്പടയല. ആരാ മരിച്ച? ബാപ്പ. പാപ്പ മരിച്ചു. ആ മയ്യത്ത് നിസ്കാരത്തിനൊന്ന് പറഞ്ഞു തരുമോ? സടകുടഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്നൊരു മയ്യത്ത് നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ മനസ്സിലാക്കി അല്ലാ മൂപ്പര് ഇമാമക്കാൻ പോവാ. റെഡിമെയ്ഡ് അറിവുമായിട്ടാണ് കയറി ചെല്ലുന്നത്, പിഴക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമാമത്തിന് അർഹതയുള്ളതായ ആള്, ബാപ്പി ഉമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇമാമത്തിന് അർഹതയുള്ള ആൾ ആരാണെന്നുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിൽ ക്ലാസ് വരുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. കുളിപ്പിക്കാൻ അർഹത ആർക്കാണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു പോയി. ഇത്തരം വിഷയങ്ങളൊക്കെ അപ്പക്കപ്പള അറിയേണ്ടതല്ല, നേരത്തെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഇൽമുകളൊക്കെ സ്വീകരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കേട്ടാ പോരാ, കേട്ടത് അപ്പടി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി കൂടി നോക്കണം. നമ്മളൊക്കെ മടിയന്മാരാ, ഗസ്ലാമാരാണ്. നമ്മളെ പിന്നെ മടിയന്മാരായിട്ട് മൂലക്കങ്ങനെ ഇരിക്കുമ്പോഴേ കാരണം ആരെങ്കിലും തൊലിച്ചാൻ വരിക ശൈത്താന്മാർ. അവിടെ അങ്ങനെ തൊള്ളയും പൊളിച്ച് നിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പിൽ. നിക്കരിച്ചാൽ പള്ളിയേക്ക് കുറച്ച് ആൾക്കാർ പോയിക്കണ്, കുറച്ച് ആൾക്കാർ നിക്കരിച്ചാതെ അവിടെ വീഡിയോ കോലം ഇരിക്കുകയാണ്. അപ്പോൾ വേറെ കുറേ കുപ്പായിട്ട് കണ്ട ആൾക്കാർ വരും, നിങ്ങളെന്താ നിക്കരിച്ചാൻ പോവാത്തത് എന്ന് പറഞ്ഞാൽ തൊലിച്ചുകൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ വട്ടപൂജ്യത്തിലായി, ഓര് ഉഷാറായി ചെയ്യും. കുറേ കഴിഞ്ഞ് 40 ദിവസത്തിനാ കൊണ്ടുപോകും. 40 ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നേക്കിന് മൂപ്പര മുഖത്ത് താടിയുണ്ട്, കയ്യിൽ ബ്രഷ് ഉണ്ട്, തസ്ബീഹ് മാലുണ്ട്. ഇതുവരെ നമ്മൾ വയലാറിനോട്ടൊന്നും എന്താ ഇതില്ല, ഏശിയില്ല. മറ്റൊരു വയൽ കേട്ടപ്പോൾ ആൾ മാറ്റം വന്നും ചെയ്തു. തബിലിയാരെ പറ്റിയാ പറയേണ്ടത്, വേറെ ആരെ പറ്റിയല്ല. ഇന്നലെയും വന്നു എൻ്റെ അടുത്തേക്ക് സമാപന ഇവിടെ പറഞ്ഞിട്ടാ പോയത്. ആരും ആ വഞ്ചിതരാവണ്ട, ആരും അതിൽ കുടുങ്ങണ്ട. ഇവിടുന്ന് പഠിപ്പിക്കുന്ന സുന്നത്തുകൾ അത് നമ്മൾ മരിച്ചതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ സുന്നത്തുകൾ ഇപ്പം തന്നെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പറഞ്ഞ സുന്നത്തുകൾ നീയത്തിൻ്റെ സുന്നത്തുകളാണ്. നാളെ പറയാൻ പോകണമെങ്കിൽ അടുത്ത സുന്നത്താണ്. ഇപ്പോൾ മയ്യത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് നിർബന്ധമുള്ളതും പഠിച്ചു, അതിൻ്റെ സുന്നത്തും പഠിച്ചു. മയ്യത്ത് നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, അല്ലാഹു അക്ബർ.
നിയത്തൊന്നുകൂടി വെച്ചാണ് ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി അർബഅ തക്ബീറാത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി. ഇമാമുണ്ടെങ്കിൽ മഅൽ ഇമാമി, ഇമാമിനോട് കൂടെ അല്ലാഹു അക്ബർ. ഇനി ഇമാമാണെങ്കിലോ ഇമാമൻ ലില്ലാഹി തആല. ഇത്രേ ഉള്ളൂ. അല്ലാഹു അക്ബർ. ഫാത്തിഹ ഓത. അഊദു ഓത സുന്നത്ത. അഊദു ഓത സുന്നത്ത. വജ്ജഹത്തു വേണ്ട. പിന്നെ നേരെ ബിസ്മി ചൊല്ലി ഫാത്തിഹയിലേക്ക്. ഫാത്തിഹയിൽപ്പെട്ട ആയത്താണ് ബിസ്മി. ഫാത്തിഹ വളരെ വ്യക്തമായി ഓതണം. ഫാത്തിഹ ശരിക്ക് ഓതാൻ അറിയുന്ന ആൾക്ക് 1,00,000 റുപ്യ സമ്മാനം തരാം. 1,00,000 റുപ്യ. ഫാത്തിഹ ശരിക്ക് ഫൈസുസ്താദ് നാളെ ഒന്നാണ് ഓതി അറിയത്തിട്ടാ, മൊത്തത്തിലാണ് പറഞ്ഞത്. 1,00,000 രൂപ സമ്മാനം ഇനാം പ്രഖ്യാപിക്കുക. ഫാത്തിഹ ശരിക്ക് ഓതാൻ അറിയുന്ന ആളുകൾ, ഈ നാട്ടിലുള്ള വലിയക്കന്മാരല്ലാത്ത സാധാരണക്കാർക്കുള്ളതായൊരു ഓഫറാണ്. എണ്ണിത്തരാം 1,00,000 റുപ്യ. ഫാത്തിഹ സൂറത്ത് എന്താണ്? നിസ്കാരത്തിൻ്റെ ഫർളാണ്. അത് ശരിയായ രൂപത്തിൽ ഓതി കേൾപ്പിച്ച് തന്നാൽ ഞാൻ തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ സംസാരങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. വല്ല ആഫാത്ത്, ആഹാത്ത്, മുസീബാത്ത് ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളെ തലക്ക് മീതെ വരുന്നുണ്ടെങ്കിൽ നീ തട്ടി മാറ്റണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിലുള്ള ഖൈറുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിലുള്ള ഷർറുകളെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സുഖം എന്തെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം അവർക്ക് നീ നൽകണേ അല്ലാഹ്. പാരത്രിക ലോകത്തേക്ക് യാത്ര പോയവർക്ക് സന്തോഷമുള്ള ഖബർ ജീവിതം നൽകണേ റഹ്മാനെ. ഗൾഫിലും മറ്റും ജോലിക്ക് വേണ്ടി പോയ മക്കൾ, പേരമക്കൾ, മരുക്കളൊക്കെ പുതിയ ജോലി ആവശ്യാർത്ഥം പോയവരുണ്ട്. ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഖൈറായ വരുമാനങ്ങൾ നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാഹ്. മരിക്കണ നേരത്ത് കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പടച്ചോനെ, ജീവിതത്തിൽ ഇങ്ങനെ പ്രായമായിട്ട് ഒരേ കടത്തം കിടക്കുന്ന, തിരിയാനും മറിയാനും കഴിയാതെ കിടക്കുന്ന രോഗികളുണ്ട് റഹ്മാനെ. നമ്മുടെ മഹല്ലിലും ഉണ്ട് കുഞ്ഞാപ്പാജി അടക്കമുള്ള ആളുകൾ. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഖൈറ ഏതാണോ നീ അതുകൊണ്ട് വിധിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء المرسلين والحمد لله رب العالمين.